അപ്പൊ അങ്ങനെ നമ്മുടെ കുഞ്ഞിന്റെ പേരിട്ട് പേര് പറഞ്ഞു മൂത്ത കൊച്ചിന്റെ പേരാണ് ദേവനന്ദേ. ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളിതേ 4 പേരും കൂടി അനിയത്തിലെ കുഞ്ഞിന്റെ നൂല് കെട്ടാണ് അതിന് പോയി അറിയണ്ട. അതല്ല, അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് ശരണ്യ പോണത് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷത്തിലേക്ക് പോകാം. കാരണം ഒത്തിരി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഇപ്പൊ തന്നെ താമസിച്ചു പോയി. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. അതെ, അങ്ങനെ അതെ വണ്ടി എല്ലാട്ട് കേറാൻ പോവുകയാണ് ശരണ്യ. അതെ, ശരണ്യണ്ട ചുരിദാറൊക്കെ ഇട്ട് അല്ലേ? അല്ലേ, അടിപൊളി. അതെ, അപ്പൊ നമ്മുടെ അച്ഛനാണ് ഇന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പൊ ടാറ്റാ. അങ്ങനെ ഞങ്ങള് ആലപ്പുഴ നിന്ന് ചങ്ങനാശ്ശേരി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. കൂട്ടുകാരെ, ഇങ്ങനെ അതെ ഇവിടെ വന്നപ്പോൾ അതെ നമ്മുടെ രാഹുലിൻ്റെ അച്ഛൻ, സന്ധ്യ അച്ഛൻ, പിന്നെ അതുപോലെ ശരണ്യ, അത് അറിയാമല്ലോ നമ്മൾക്ക് കൂട്ടുകാർക്ക്. അച്ഛനെ അറിയാം. അങ്ങനെ 3 അച്ഛന്മാരും കൂടി ഇരുന്ന് വർത്താനം പറയുക. ശരണ്യ അതെ ഇവിടെ വന്നപ്പോൾ അതേ തണുത്ത വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്താ നമ്മുടെ അറിയ എന്താ കൂട്ടുകാരെ, അതെ ഇവിടെ വന്നപ്പോൾ അതേ പതിവ് പോലെ കഴിഞ്ഞ ബർത്ത്ഡേ പരിപാടിക്ക് ചെയ്ത പാചകം പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെന്ന് തന്നെ പറയാം അല്ലേ? ഒന്ന് പേര് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് 2 പേരും കൂടി അപ്പനും മോനുമാ. അപ്പൊ അങ്ങനെ പാചകത്തിലാണ്. എന്നാണ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു? ഫ്രൈഡ് റൈസ്. അപ്പൊ അതിനുള്ളത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദമ്മടിക്കാനുള്ള മാവ്. ദമ്മടിക്കാനുള്ള മാവ് അല്ലേ? അതെ അതെ. അങ്ങനെ നമ്മുടെ റൈസ് കോരിക്കൊണ്ടിരിക്കുകയാണ്. പിറന്നാളിന് അച്ഛൻ വന്നില്ല. ശരണ്യ കൊച്ചിനടി ചോദിച്ചേ. ബിരിയാണി എല്ലാവർക്കും ചിരിക്കാൻ സംഭവിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ല? എല്ലാരും ചിരിക്കാതെ നിൽക്കുകയല്ല ഞാൻ. കൊച്ചിന്റെ അമ്മേനെ കാണുന്നില്ല, ഇങ്ങോട്ട് നേരെ നില്ലേ. അങ്ങനെ നമ്മുടെ അമ്മ എടുത്ത് ആണല്ലേ ചോദിച്ചേ. ആലപ്പുഴക്ക് വന്നുണ്ടാന്ന് ചോദിച്ചേ. വന്നേക്കാന്ന്. ആലപ്പുഴ ഇപ്പൊ മഴയേ. ഇപ്പൊ മഴയുണ്ട്. ഇന്നങ്ങനെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാണ്. ശരണ്യയുടെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ട അല്ലേ? വല്ലതും അറിയണുണ്ടോ അത് അല്ലേ? നമ്മുടെ ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ സെറ്റായി വരുന്നു. അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റായി. ഫ്രൈഡ് റൈസ് കാണിച്ചിട്ട് കറി കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കറി ഒന്ന് കാണിച്ചേക്കാം. അങ്ങനെ അടിപൊളി ചിക്കൻ കറിയാണ്. പിന്നെ നമ്മുടെ സലാഡ് അല്ലേ? സലാഡ്. നമുക്ക് അടിപൊളി ചിക്കൻ കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അതെ അതെ, ഇത് കാണുമ്പോ തന്നെ അറിയാം ചിക്കൻ കറിയുടെ. അതുപോലെ അതിന്റെ ആ സ്മെല്ലും ഒക്കെ അറിയാം. നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടാ, സൂപ്പർ.
ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പാചകത്തിന് ഇത് കിട്ടട്ടെ. അതെ. അങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെ അച്ഛൻ നിന്ന് പപ്പടം വറുത്തോണ്ടിരിക്കുകയാണ്. മാമീനെ എല്ലാരും തിരക്കുന്നുണ്ട്. മാമിയുടെ പാട്ടൊക്കെ കേട്ടിട്ട് കുറെ നാളായി. അതെ അതെ, കുഞ്ഞുമാവയുടെ ചേച്ചി പെണ്ണ് തിരക്കിലാണ് ഭയങ്കര. ഇവിടെ വന്നിട്ട് നമ്മുടെ ശരണ്യ അതെ അടുക്കളയിൽ തന്നെ. ശരണ്യ ഇതെന്നാടിക്കാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് നമ്മുടെ രമാമ്മ തന്നെ വിളക്ക് തെളിയിച്ചു. അങ്ങനെ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞിനെ ഇപ്പം കൊണ്ടുവരും. ഇച്ചിരി ഒച്ച പറഞ്ഞു എല്ലാരും കേക്കട്ടെ. പറഞ്ഞു ശ്രീനന്ദൻ ദേവനന്ദി. ഞങ്ങളുടെ നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് തിരക്കെന്ന് പറഞ്ഞു തരും മോളോട്. ആണല്ലേ? ശരണ്യ ഇങ്ങോട്ട് വന്നേ. ശരണ്യ ഇങ്ങനെ താഴെ വെച്ചിട്ടേ ഇല്ല. ശരണ്യ വന്നിട്ട് നമ്മൾ അന്ന് അതെ ഇന്ന് കൊച്ചിനറിയാം പേരിടൽ ചടങ്ങാണ്. അല്ല ഇതുവരെ ഇങ്ങനെ ഉണർന്നിരിക്കാറില്ല, എപ്പോഴും ഉറക്കാം. കുഞ്ഞിന് നേരാണ്, ഇന്ന് ഇറക്കയില്ല കേട്ടോ. കാണാറുള്ളതാണ്. ഞാൻ കുഞ്ഞുമോളുടെ കസിൻസ്. ആഹാ, പേര് പറഞ്ഞാണ് വൈഗ. വൈഗ എത്രയല്ല പഠിക്കുന്ന? 5ാം ക്ലാസ്. ഇനി 6ലേക്ക്. ഏതാ സ്കൂൾ? ഇവിടെ സെന്റ് തെരേസാസ്. ആ അല്ലേ, നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നതാണ് മുടങ്ങാതെ അല്ലേ? ഇഷ്ടപ്പെട്ട? കൂട്ടുകാരെ, അവിടെ ചെന്നപ്പോൾ ശരണ്യതെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങി. നമ്മുടെ അമ്മേനെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അമ്മ ഇരിക്കുകയല്ലാഞ്ഞി എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ. ചെറിയൊരു ചടങ്ങായിരുന്നു, ഒത്തിരി പേരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ അതെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെ ഇവരുടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊന്ന് നിന്നതാ. അപ്പം അങ്ങനെ നല്ല ഉറക്കാണല്ലേ? അതെ അതെ, ഒന്നുകൂടി അതെ അതെ ദേവനന്ദ. അതെ അതെ, അപ്പൊ ശ്രീനന്ദൻ ദേവനന്ദി. കുഞ്ഞുവാവെ അമ്മയും തന്നെയല്ല, കുഞ്ഞുവാവയുടെ അച്ഛനും മൂത്ത മോളും അടിപൊളിയാ. അതെ അതെ കൂട്ടുകാരെ, ഇത് കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ശരണ്യനെ വെയിറ്റ് ഉണ്ട് താഴെ വെച്ചു. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് കണ്ട. മാമി പാട്ട് പാടിയില്ല, തിരക്ക് കഴിയട്ടെ എന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, മാമിയുടെ അമ്മ ഹോസ്പിറ്റലാണ് അല്ലേ? മാമിയുടെ അമ്മ ഹോസ്പിറ്റലായോണ്ടാണ് മാമിക്ക് ഇന്നൊരു ചെറിയത്. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ അച്ഛനും മകളും കൂടി ആയല്ലേ? അങ്ങനെയാണ്. ഓ, ശരണ്യക്ക് രമാമ്മ വാരി കൊടുക്കുന്നു കണ്ടാ.
ഇതെന്ന് ഇവിടെ വീട്ടിൽ വന്നാലും ഇങ്ങനെ ഒരു പതിവുള്ളതാണല്ലേ? ലാസ്റ്റ് വീട്ടുകാർ മാത്രമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അന്നേരമാണ് നമ്മുടെ സാന്ദ്രയുടെ അമ്മ, അതായത് മാമിയുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന്. മാമിയുടെ കയ്യിരിക്കണ എന്നാ പോയിണെന്ന് പറഞ്ഞേ. ടാറ്റാ തന്നെ. ടാറ്റാ. മാമിയുടെ പാട്ടൊന്നും ഇല്ലാഞ്ഞ് ഇന്ന് മാമിയുടെ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ അതെ അതെ. അനിയത്തിയുടെ പേരെന്ന് പറഞ്ഞ് സനിക. പിന്നെ ഒരനിയത്തി കൂടി ഉണ്ട്, ബാംഗ്ലൂരാണ് ജോലിക്ക് പോയിരിക്കുകയാണല്ലേ? ആ അമ്മയുടെ പേരെന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാർക്ക്. ഇന്നങ്ങനെ പാട്ടില്ലാതെ പോയി, ആ ഒരു ബുദ്ധിമുട്ട്. അതെ, അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ആലപ്പുഴയിലോട്ടൊക്കെ വരണം കേട്ടാ. ഉറപ്പായിട്ടും ഇതേ മാമിനെ ഏൽപ്പിച്ചിരിക്കണം ഇവരെ കൊണ്ടുവരേണ്ട ഇത്. അതെ, വീണ്ടും തിരിച്ച് ആലപ്പുഴക്ക്. അപ്പൊ അങ്ങനെ ഒന്ന് എല്ലാവരോടും കൂടി ടാറ്റ പറഞ്ഞു. അപ്പൊ പോയിട്ട് വരാം. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര.